السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد. ഖുർആൻ ഷരീഫിലോ ഹദീസ് ഷരീഫിലോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുത്തശാബിഹായ സിഫാത്തുകൾ ഉൾക്കൊള്ളുന്ന ആയാത്തുൽ മുത്തശാബിഹാത്ത് അല്ലെങ്കിൽ അഹാദീസുൽ മുത്തശാബിഹാത്ത് കണ്ടാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അയിമ്മത്ത് രണ്ട് ത്വരീഖാണ് സ്വീകരിച്ചത്. ഒന്ന്, സലഫുകളിൽ ജുംഹൂറിന്റെ മദ്ഹബ്, കാരണം എളുപ്പം പറയുന്നത് സലഫിന്റെ മദ്ഹബ് എന്നാ, അതല്ല ശരി. സലഫിൽപ്പെട്ട ജുംഹൂർ ഭൂരിപക്ഷം ആളുകളുടെയും മദ്ഹബ് തഅ്വീൽ മുജ്മൽ ചെയ്യണം, അത് വുജൂബാണ് എന്ന് പറഞ്ഞാൽ ആ ലഫ്ളുകളുടെ ലാഹിറുമായ മുറാദില്ല, അതാണ് മുജ്മലായ തഅ്വീൽ പറയുന്നത്. എന്നാൽ യഥാർത്ഥ തഅ്വീൽ എന്താണോ അത് അള്ളാഹുവിനെ അറിയൂ എന്ന് പറയാം, തഫ്വീൽ എന്നും പറയും. അപ്പൊ എങ്ങനെ പറയും? സലഫുകളിൽ ഭൂരിപക്ഷം വരുന്ന ജുംഹൂർ സലഫിന്റെ മദ്ഹബ് മുത്തശാബിഹായ ആയാത്ത് ഹദീസുകളിൽ പറയപ്പെടുന്ന മുത്തശാബിഹായ സിഫാത്തുകളെ സംബന്ധിച്ച് അത്തഅ്വീലു സുമ്മ തഫ്വീലു, ആദ്യം മുജ്മലായ തഅ്വീൽ ചെയ്യുക, മുഫസ്സലായ തഅ്വീൽ അല്ലാഹുവിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലാഹിറുമായ മുറാദില്ല എന്ന് പറയും. ഹഖീഖത്ത് ലഫ്ദിന്റെ ഹഖീഖത്തുമായ മുറാദില്ല, അതാണ് ഇപ്പം മുജ്മലായ തഅ്വീൽ അറിയും. എന്നാൽ എന്താണ് മുറാദ്? അതിന് തഫ്സീലിയായ തഅ്വീൽ എന്നാ പറയാം. അത് അധിക സലഫുകളും ചെയ്തിട്ടില്ല, ജുംഹൂർ സലഫ്. ഇതാണ് സലഫിന്റെ മദ്ഹബ് എന്ന് പറയുന്നത്. നമ്മളിവിടെ കുറച്ച് ആളുകൾ സെൽഫി അറിഞ്ഞ് നടക്കുന്നുണ്ട്. ഓരിത് എന്ത് പഠിച്ചു? ഓരൊന്നും പഠിച്ചിട്ട് പറയല്ല, എന്തെങ്കിലും ഞങ്ങൾ സെൽഫികളാണെന്ന് പറഞ്ഞ് നടക്കാന്നേ ഉള്ളൂ. അപ്പൊ മുജ്മലായ തഅ്വീൽ ചെയ്യൽ വുജൂബാണ് എന്നും തഫ്സീലിയായ തഅ്വീൽ അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് തഫ്വീൽ ചെയ്യുക. അപ്പൊ അത്തഅ്വീലു സുമ്മ തഫ്വീൽ അല്ലാഹു അഅലമു ബിമുറാദിഹി ബിദാലിക, യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് എന്താണോ മുറാദ് എന്നുള്ളതൊക്കെ അറിയുള്ളൂ, പക്ഷെ അതിന്റെ ലാഹിറുമായ മുറാദില്ല. അപ്പൊ അവര് തഅ്വീൽ ചെയ്യുന്നവരാണ്. സലഫിലും ഖലഫിലും തീരെ തഅ്വീൽ ചെയ്യാത്തവർ ഇല്ലേ ഇല്ല. പിന്നെ സലഫ് തഫ്വീൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തഫ്സീലിയായ തഅ്വീലിൽ അവർ തഫ്വീൽ ചെയ്യും. മുജ്മലായ തഅ്വീൽ ഇജ്മാ ആണ്, സലഫ് ഖലഫിന്റെ ഇടയിൽ ഇജ്മാ. എന്നാൽ സലഫിൽ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചില അയിമ്മത്ത് തഫ്സീലിയായ തഅ്വീലും ചെയ്തിട്ടുണ്ട്. അതാ ജുംഹൂർ സലഫ് എന്ന് പറയാൻ കാരണം. എന്നാൽ ഖലഫിന്റെ മദ്ഹബും ഇത്തരം ആയാത്ത് ഹദീസുകളിൽ വരുന്ന സിഫാത്തുകളെ പറ്റി മുജ്മലായ തഅ്വീൽ ഏതായാലും ചെയ്യണം, ലാഹിറുമായ മുറാദില്ല എന്ന് പറഞ്ഞാൽ ലഫ്ദിന്റെ ഹഖീഖത്തുമായ മുറാദില്ല. എന്നാൽ ഇങ്ങനെയാണ് ഒന്നിരിക്കൽ മജാസ് മുർസലാണ്, അല്ലെങ്കിൽ മജാസ് അഖലിയാണ്, അല്ലെങ്കിൽ കിനായത്താണ്, അല്ലെങ്കിൽ തൗരിയത്താണ്, അല്ലെങ്കിൽ ഇഷാറത്താണ്, ഇങ്ങനെ തഅ്വീൽ ചെയ്യും. അപ്പൊ അതിന്റെ മഖ്സൂദ് മുഅയ്യനാണ്. മജാസിന്റെ ഒരു മാന ഉണ്ടാവുമല്ലോ, ആ മാനയാണ്. അതിന് മജാസ് മുർസലാണെങ്കിൽ അതിലൊരു മാന ഉണ്ടാവും, ഇഷാറത്താണെങ്കിൽ അതിലൊരു മാന ഉണ്ടാവും, മജാസ് അഖലി ആണെങ്കിൽ അതിലൊരു മാന ഉണ്ടാവും, ഒക്കെ മുഅയ്യന. അപ്പൊ അവര് തഫ്സീലിയായ തഅ്വീൽ കൂടി ചെയ്യുന്നുണ്ട്. ആര്? ഖലഫിൽപ്പെട്ട ജുംഹൂർ. രണ്ടോടത്തിലും ജുംഹൂർ വെക്കണം. ഖലഫ് പെട്ട ആള് തന്നെയല്ലേ ജലാലൈനിയൊക്കെ തഫ്സീൽ കണ്ടിട്ട് നിങ്ങൾ അല്ലാഹു അഅലമു ബിമുറാദിഹി ബിദാലിക എന്നല്ലേ മുമ്പ് പറയാം. അപ്പൊ ഖലഫുകളെല്ലാം തഅ്വീൽ ചെയ്യുന്നോലാന്നാ? അല്ലല്ല, ഖലഫിലും തന്നെ തഫ്വീൽ ചെയ്യുന്നവരുണ്ട് തഫ്സീലിയായ തഅ്വീൽ. എന്നാൽ ജുംഹൂറും ഖലഫിൽപ്പെട്ട ജുംഹൂറും തഫ്സീലിയായ തഅ്വീൽ ചെയ്യുന്നവരാണ്. എന്നാൽ ഇവർ തമ്മിൽ ഇഖ്തിലാഫാണോ? ഇത് നമ്മൾ നല്ലോണം അടിസ്ഥാനമായി പഠിക്കേണ്ട ഒരു ഇൽമാണിത്. സലഫും ഖലഫും തമ്മിൽ മുത്തശാബിഹായ സിഫാത്തുകളുടെ വിഷയത്തിൽ ഇഖ്തിലാഫ് ഉണ്ടോ? ഇല്ല. എന്താ കാരണം? സാഹചര്യത്തിനനുസരിച്ചാണ് ഈ രണ്ട് വിഭാഗവും ചെയ്തത്. സലഫിന്റെ കാലത്ത് മുബ്തദിയത്തില്ല, പിൽക്കാലത്ത് അവരുടെ അവസാന കാലത്ത് ചുരുക്കം ചില ഒറ്റപ്പെട്ട മുബ്തദിയത്ത് മാത്രമുള്ളത്. അതുകൊണ്ട് തന്നെ അന്നത്തെ സാഹചര്യത്തിൽ തഫ്സീലിയായ തഅ്വീലിലേക്ക് ഇറങ്ങേണ്ട ലറൂറത്ത് ജനങ്ങളുടെ ഇടയിലില്ല. ആവശ്യമില്ലാതെ എന്തിനാ പണിയെടുക്കുന്നത്? അന്ന് തഫ്സീലിയായ തഅ്വീലിന് അള്ളാഹുവിനെ ഏൽപ്പിച്ച് അല്ലാഹു അഅലമു ബിമുറാദിഹി ബിദാലിക എന്ന് പറഞ്ഞാൽ മതി, എല്ലാ സാധാരണക്കാരും അത് അംഗീകരിക്കും. അപ്പൊ അന്നത്തെ സാഹചര്യത്തിൽ
തഫ്സീലിയായ തെവീലിന് ലറൂറത്തില്ല, അതുകൊണ്ട് അവർ ചെയ്തില്ല. എന്നാ അവരിൽ തന്നെ അവസാന കാലക്കാരായ ചില സഹാബാക്കളൊക്കെ ഒറ്റപ്പെട്ട അവിടെ മുത്തതികൾ ഉണ്ടാവുകയും ചില തശ്വീഷുകൾ നടക്കുകയും ചെയ്തതുകൊണ്ട് അവർ തെവീൽ തഫ്സീലിയായ തെവീൽ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അന്നത് അത്യാവശ്യമില്ലാത്തത് കൊണ്ട് അവർ ചെയ്തില്ല. എന്നാൽ അവരെന്ത് ചെയ്തിണ്? മുജ്മലായ തെവീൽ ചെയ്തിണ്. ഇതിന്റെ വാഹിർമാന മുറാദില്ല എന്ന് എല്ലാ സെൽഫും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഹലഫിന്റെ കാലം അങ്ങനെയല്ല. നാട് മുഴുവനും മുഅ്തസിലത്ത് ഉൾപ്പെടെയുള്ള മുബ്തദിഅത്ത് ആകെ പ്രചണ്ഡമായ ബിദ്അത്ത് പ്രചാരണത്തിലൂടെ ജനങ്ങളുടെ അഖീദ ആകെ കലങ്ങി മറിഞ്ഞ് പ്രക്ഷുബ്ധമായ അന്തരീക്ഷം, ജനങ്ങളുടെ ഈമാൻ സലാമത്താൻ വളരെ പ്രയാസം. അന്ന് അള്ളാഹു അലം മുറാദിഹി വിദാലിക എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കൂല. കാരണം തെറ്റായ ഒരുപാട് ആശയങ്ങൾ ഈ മുബ്തദിഅത്ത് അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെ ഈമാൻ സലാമത്താക്കാൻ, അവരെ മുഅ്മിനായി നിലനിർത്താൻ തഫ്സീലിയായി തെവീൽ ചെയ്യാതെ നിവൃത്തിയില്ല എന്നൊരു നിർബന്ധിത ഘട്ടം വന്നപ്പോ തെവീൽ തഫ്സീലി തന്നെ ചെയ്യേണ്ടി വന്നു ജുംഹൂറിനും. ചിലര് അപ്പോഴും വളരെ സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു അലം മുറാദിഹി ബിദാലിക എന്ന സലഫിന്റെ മാർഗം സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പൊ കാലാവസ്ഥയുടെയും സാഹചര്യത്തിന്റെയും വ്യത്യാസം അനുസരിച്ചാണ്. എന്നാൽ ഈ രണ്ടിലും പെടാത്തവരാണ് നമ്മളെ വഹാബി മൗദൂദികൾ. ഇത് പറയുന്നതിന് എനിക്ക് യാതൊരു പേടിയില്ല. കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഖുർആനിലും ഹദീസുകളിലും വന്നിരിക്കുന്ന ഇത്തരം ലഫ്ളുകൾ അതിന്റെ ലാഹിർ മാനക്ക് അർത്ഥം വെക്കണം, കൂടുതൽ ബയാൻ ചെയ്യണ്ട. യത് എന്ന് പറഞ്ഞാൽ കയ്യെന്ന് അർത്ഥം വെക്കുക, സാക്ക് എന്ന് പറഞ്ഞാൽ തണ്ടക്കാല് എന്ന് അർത്ഥം വെക്കുക, നുസൂല് എന്ന് പറഞ്ഞാൽ ഇറക്കം എന്ന് അർത്ഥം വെക്കുക, ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇരുത്തം എന്ന് അർത്ഥം വെക്കുക. പിന്നെ എങ്ങനത്തെ ഇരുത്തം, എങ്ങനത്തെ കയ്യ്, എങ്ങനത്തെ തണ്ടങ്കാലി, എങ്ങനത്തെ വരല്, അത് പറയണ്ട. അതുകൊണ്ട് കാര്യമില്ല. കയ്യ് എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് തിരിഞ്ഞില്ലേ, തണ്ടങ്കാലി എന്ന് പറഞ്ഞാൽ തിരിഞ്ഞില്ലേ, ഇരിക്കുക എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ പിന്നെ ഇപ്പം പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ പറയാൻ പാടില്ല. ലോകത്തിന്റെ വാഹിറുമാനക്ക് വെക്കാൻ പാടില്ല എന്നത് സലഫ് ഖലഫിന്റെ ഇജ്മാ. ആ ഇജ്മാനെ ഹർക്ക് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മുബ്തദിഅത്താവുന്ന വഹാബി മൗദൂദികൾ നേരെ ഭാഷാർത്ഥം വെക്കുന്നത്. ദുഃഖകരം എന്ന് പറയട്ടെ, ചെറുപ്പക്കാരായ നമ്മളെ സുന്നികൾ എന്ന് പറയപ്പെടുന്ന ചില എഴുത്തുകാരും അബദ്ധജടിലമാകുന്ന ഈ മാർഗം സ്വീകരിക്കുന്നു. ഇർഹമൂ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുവീൻ. യർഹംകും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവർ നിങ്ങൾക്ക് കരുണയും. ഹശാവകല്ല, അങ്ങനെ ഒരു അർത്ഥം ഇതില്ല. ആകാശത്തിലുള്ളവൻ ആകാശ അള്ളാഹു തആല മദ്റൂഫാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹയ്യിസിനെ സ്വീകരിച്ചു, അള്ളാഹുക്ക് മക്കാനുണ്ട് എന്നൊക്കെ വന്നിടോ. ശരിക്ക് എല്ലാ ഇന്നത്തെ മൗലവിമാർക്കും ഇൽജാമുൽ അവാം അൻ ഇൽമിൽ കലാം എന്ന് പറയുന്ന അഖീദയുടെ ചെറിയൊരു കിതാബുണ്ട്. അത് ഓതുന്നത് ഫർളായിരിക്കും. എന്നാല് എങ്ങനെയാണ് ഇത്തരം മുത്തശാബിഹ ആയാത്തുകളും ഹദീസുകളും സമീപിക്കേണ്ട, ഇതിനുള്ള ഷർത്തുകൾ എന്തൊക്കെയാണ്, എന്ത് മാർഗമാണ് അവലംബിക്കേണ്ടതെന്ന് വളരെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ടോ സാലിമാമ തങ്ങൾ? നീട്ടുന്നില്ല. വജാബ അയിമ്മത്തുന, എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമുകൾ ഉത്തരം പറയുന്നുണ്ട്. അതായത് സലഫും അവരിൽപ്പെട്ട സ്വഹാബത്ത് ഉൾപ്പെടെയുള്ള സലഫ്. എന്തുകൊണ്ട്? ജവാബ് നബി അന്നല്ലാഹു തആല, പടച്ച തമ്പുരാൻ, മുനസ്സഹുൻ അൻ സിഫാത്തിൽ ഹവാദിസി, സൃഷ്ടികളുടെ സിഫത്തിനെ തൊട്ട് പരിശുദ്ധമാക്കപ്പെട്ടവൻ. സൃഷ്ടികളുടെ സിഫത്തും അള്ളാഹ്ക്കില്ല. അള്ളാഹിന്റെ സിഫത്ത് വേറെ, പടപ്പുകളുടെ സിഫത്ത് വേറെ. അള്ളാഹുവിന്റെ സിഫത്ത് പടപ്പുകളുടെ സിഫത്തുകളോട് തുല്യാവില്ല. അപ്പോ ഇതിന്റെ വാഹിർമായ മുറാദില്ല. ഇത്തരം ആയത്ത് ഹദീസുകളുടെ മാനകളെ ഏൽപ്പിക്കുന്നു ഇലൈഹി തആല, അല്ലാഹു അഅലമു ബിമുറാദിഹി ബിദാലിക എന്ന് പറയുന്നു. എന്താണ് അത്? ഈസാറൻ ലിത്വരീഖിൽ അസ്ലം, സുരക്ഷിതമായ മാർഗമാണ്, അപകടമൊന്നും പറ്റാനില്ല. വാഹിർമാന എന്തായാലും മുറാദില്ല. ഉണ്ടെങ്കിൽ എന്ത് വരും? അല്ലാഹു തആല മുമാസലത്തുൽ ഹവാദിസയാണ് എന്ന് പറയും, പടപ്പുകളോട് തുല്യമായവനാണ്. അത് പറയാൻ പറ്റില്ലല്ലോ. വാജിബായ സിഫത്തല്ലേ മുഖാലഫത്തുൽ ഹവാദിസി. അപ്പൊ പടപ്പുകളോട് തുല്യമായവനല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വാഹിർമാന മുറാദില്ല. എന്നാൽ യഥാർത്ഥമായ എന്താ? അല്ലാഹു അഅലം ബിമുറാദിഹി, അതാവുമായാലും മുതവീലഹു ഇല്ലല്ലാഹ് എന്നോർത്ത് വഖഫ് ചെയ്തിട്ട്, സലഫിന്റെ മദ്ഹബ് അനുസരിച്ച് ഉമായാലും മുതവീലഹു ഇല്ലല്ലാഹ് എന്നോർത്താണ് വഖഫ് താബ്. വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന കുല്ലു മിൻ ഇൻദി റബ്ബിനാ എന്നിങ്ങട്ടാണ്. അന്ന് അത് മതിയാണോ? അന്ന് ബിദ്അത്തുകാർ വല്ലാതെ മുസ്ലിം സമുദായത്തിന്റെ അഖീദയെ കുളം കലക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതി എന്ന്. അതുകൊണ്ട് അത് സലാമത്തിന്റെ വഴിയാണ്. വഖലഫുഹും, എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഖലഫ്, പിൽക്കാലക്കാര് എന്ന് പറഞ്ഞാൽ അവരിൽപ്പെട്ട ജുംഹൂർ,
അവരെന്താക്കി ബിത്തഈനി മഹാമില സഹീഹ, ഇത്തരം സിഫാത്തുകൾ വരുന്ന ആയത്തുകൾ ഹദീസുകളെ സഹീഹായ ചില വ്യാഖ്യാനം കൊടുക്കുന്നു. എന്തിനാ? ഓൽക്ക് ബോധ്യം ഉണ്ടായിട്ടല്ല. വഴിപിഴച്ച മുബുത്തദികളുടെ മാർഗം, അവരുടെ വഴി പിഴച്ചതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. എന്നാൽ ലഫ്ലിന്റെ വാഹിർമാനക്ക് അർത്ഥം വെക്കണം എന്ന് അറിയുന്ന മുഅ്തസിലത്തിന്റെ ബാല്യകളാവുന്ന വഹാബി മൗദൂദികൾ തന്നെയല്ല, കൂടുതൽ അറിവില്ലാത്ത സാധാരണക്കാർക്ക് നേരിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് അവര് തെവീല് തയ്യം ചെയ്തു. ഫഹമലു, ഈ ഹലഫ് ഹംലി ചെയ്തു, വ്യാഖ്യാനിച്ചു. അൽ യദ അൽ ഖുദ്റത്തി, യദുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുദ്റത്ത്. അങ്ങനെ സാധാരണ മജാസായിട്ട് പറയാറുണ്ട്. അപ്പൊ മജാസിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. വൽ വജ്ഹ അല ദാത്തി കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ എന്ന് പറഞ്ഞ വജ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്ത് എന്ന് പറഞ്ഞാൽ ബാല് പറഞ്ഞിട്ട് കുല്ലു മുറാദ്, ബാല് പറഞ്ഞിട്ട് കുല്ലു മുറാദ്, വജ്ഹത്തു വജ്ഹിയ ബാല് പറഞ്ഞിട്ട് കുല്ലു മുറാദ് മജാസ്. ഇസ്തിവാ എന്ന് പറഞ്ഞാൽ ഇസ്തീല, ആധിപത്യം സ്ഥാപിക്കുക, കീഴടക്കുക എന്നർത്ഥത്തിൽ. വാക്ക് അങ്ങനെ ഓരോ ലഫ്ളും മാന ഇസ്തിയാറത്തിന്റെ അൽക്കോ മജാസ് മുർസലായിട്ടോ മജാസ് അഖലിയായിട്ടോ കിനായത്തായിട്ടോ തശ്ബീഹിന്റെ കലാമായിട്ടോ ഇങ്ങനെയൊക്കെ തവീൽ ചെയ്യാം. അതാണ് ഭദ്രമായ വഴി എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും ചുരുങ്ങിയത് എന്ത് വേണം? ബലാഗത്തിന്റെ ഫന്നും മഅനി കഴിഞ്ഞിട്ട് പിന്നെ ബയാനിന്റെ ഫന്നും നന്നായി പഠിച്ചിരിക്കണം. പോരാ, മതിയും വേണം കുറച്ച്. ബയാനിന്റെ ഫന്ന് നന്നായി പഠിച്ചെങ്കിലേ ഈ തെരുവിലിന് കഴിയുള്ളൂ. അതിന് കുറച്ച് പണിയുണ്ട്. മറ്റേ അള്ളമാരും വിചാരിക്കാൻ തന്നെ പണിയൊത്തുമില്ല. ഇതിന് ലോകത്തിൻ പ്രകാരം മാന സഹിഹാവുകയും വേണം. എന്നാൽ ഹക്കീക്കത്ത് മാനക്ക് ഹംല് ചെയ്യാനിട്ട് പറ്റൂല. അപ്പൊ ഹക്കീക്കത്ത് അല്ലാതെ ഒരു ലഫ്ദിനെ ലോകത്തിൽ ഏതൊക്കെ മാനക്ക് ഉപയോഗിക്കാൻ പറ്റും? ഇസ്തിയാറത്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മജാസ് മുർസലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മജാസ് അഖലിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കിനായത്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, തൗരിയത്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഈമ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇഷാറത്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊക്കെ വ്യത്യസ്ത മാനകളാണ്. അതൊക്കെ നന്നായി ആധികാരികമായി പഠിച്ച് ഉസൂലുൽ ഫിഖ്ഹും ഇൽമുൽ ബയാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞ ആളുകളെ അതിന് വെക്കേണ്ടതുള്ളൂ. ഓരോരുക്കൽ ഈ ആയത്തിന്റെ വഖഫ് അള്ളാഹുവിനെ അതിന്റെ തഫ്സീലായിട്ട് ഇതിൽ അറിയുള്ളൂ. ഇൽമിൽ നല്ല കാലുറച്ച മഹാപണ്ഡിതന്മാർക്കും അവിടെ വഖഫ്. അതുപോലെ അതിന്റെ ഇടയിൽ രണ്ട് ഖിലാഫ. ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിടത്താണോ വഖഫ്, റാസിഖൂന ഫിൽ ഇൽമി എന്നോടത്താണോ വഖഫ്? രണ്ടും സലഫ് പറയുന്നത് ഇല്ലല്ലാഹ് അങ്ങനെയാണ് വഖഫ്, ഖലഫ് പറയുന്നത് റാസിഖൂന ഫിൽ ഇൽമി എന്ന് പറഞ്ഞിടത്താണ്. അപ്പൊ ആയത്തിൽ പെട്ടു, രണ്ടും തഫ്സീറിൽപ്പെട്ടു. ഒമിൻ സമ്മ ഖീല. ഇങ്ങനെ രണ്ട് ത്വരീഖ് സഹാബത്ത് ഈ സലഫും ഖലഫും സ്വീകരിച്ചത് കൊണ്ട് തന്നെ പിൽക്കാലത്ത് ഇങ്ങനെ ഒരു ആപ്തവാക്യം പറയുന്നുണ്ട്. വൈഫൈ ഖൗലായിട്ടല്ല ഖീലാണ്, ആപ്തവാക്യാണ്. ആര് പറഞ്ഞു എന്നല്ല പ്രശ്നം. ഇന്ന ത്വരീഖ സലഫി അസ്ലമു, സലഫിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ ഈ തഫ്സീലിയായ തവീലിന്റെ വിഷയത്തിൽ സലഫിന്റെ മാർഗമാവുന്ന തഫ്വീലാണ് സലാമത്തിന് ഏറ്റവും നല്ലത്. അപകടം വരാൻ സാധ്യതയില്ല. വത്വരീഖുൽ ഖലഫി, എന്നാൽ തഫ്സീലിയായ തവീൽ ചെയ്യുന്ന ഖലഫിന്റെ ത്വരീഖാണ് അലമു. അത് ഒരുപാട് ഇൽമിലേക്ക് ആവശ്യമുണ്ട് എന്ന് തന്നെ ഫീലും ഫാലും പറയുന്ന നഹ്വ് മാത്രം പഠിച്ചാൽ പോരാ, നഹ്വും പഠിക്കണം, സർഫും പഠിക്കണം, അതിന്റെ പുറമെ ഉസൂലുൽ ഫിഖ്ഹും പഠിക്കണം, ഇൽമുൽ ബയാനും പഠിക്കണം, ഇൽമുൽ ബദിഉം പഠിക്കണം. ഇതൊക്കെ കലക്കി കുടിച്ച ഒരാളോടെ കഴിയുള്ളൂ. വൽഹാസുലു, ആകത്തുക ഞാൻ ചുരുക്കി പറഞ്ഞാൽ അന്നഹു ലാ ബുദ്ദ മിൻ തവീൽ, ഇത്തരം മുതശാബിഹായ സിഫാത്തുകൾ ഖുർആനിലോ ഹദീസിലോ വന്നാൽ ആ ആയാത്ത് ഹദീസുകളെ തവീൽ ചെയ്യൽ വുജൂബാണ് എന്ന് സലഫ് ഖലഫിന്റെ ഇടയിൽ ഇജ്മാഅൻ. എന്താ തവീൽ? ഐ ഹംലുൽ ലഫ്ദ് അലാ ഗൈരി ളാഹിരിഹി, ഈ ലഫ്ദിന്റെ മാന ളാഹിർ മുറാദില്ല. ളാഹിർ എന്നതിന്റെ ഹഖീഖത്ത് മാന, ഒരു ലഫ്ദിന്റെ ളാഹിർ എന്നതിന്റെ ഹഖീഖത്ത് മാന. ഇങ്ങനെ രണ്ടൂട്ടരും സലഫും ഖലഫും ഇജ്മാ. വഹാബി അറിയുന്ന അങ്ങനെ ളാഹിർ മാനക്ക് വെച്ചാൽ മതി. അപ്പൊ ഇജ്മാനെതിരാണോ ഒരു സലഫ് ഖലഫിന്റെ ഇജ്മാ? എന്നിട്ട് ഞങ്ങൾ സെൽഫികളാണെന്ന് പറയും ചെയ്യും. ഇല്ല അന്നൽ ഖലഫ
പക്ഷേ ഹലഫ് അയ്യനുൽ മഹാമില, ഓരോന്നും ഹംല് ചെയ്യുന്നത് ഇന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ശിവ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ഇങ്ങനെ തയ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തഅ്വീലുഹും തഫ്സീലിയുൻ, അവരുടെ ഈ രണ്ടാമത്തെ തഅ്വീലിന്റെ പേര് തഅ്വീൽ തഫ്സീലി എന്ന്. അതേ സമയത്ത് തഅ്വീലു സലഫി, സലഫും ഖലഫും ഇജ്മാ ആയ ഒന്നാമത്തെ തഅ്വീലുണ്ടല്ലോ, ലാഹിർ മുറാദില്ല എന്ന് പറഞ്ഞത്, അതിന്റെ പേര് ഇജ്മാലി. അപ്പൊ ഇജ്മാലിയായ തഫ്സീൽ വേണം എന്നത് സലഫ് ഖലഫിന്റെ ഇടയിൽ ഇജ്മാൻ. എന്നാൽ തഫ്സീലിയായ തഅ്വീലിനെ പറ്റി സലഫ് പറയുന്നത് വേണ്ട, തഫ്വീൽ ചെയ്താൽ മതി. ഖലഫ് അവിടെ തഫ്സീലിയായ തഅ്വീൽ ചെയ്തു. ഇത്രയും വ്യത്യാസമുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഫഖൗലുൽ അല്ലാമത്തുൽ ലഖാനി ജൗഹറത്തുൽ തൗഹീദിൽ ഇമാം ലഖാനി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, വകുല്ലു നസ്സിൻ ഔഹമ തശ്ബീഹ അവ്വിൽഹു ഔ ഫവ്വിൽ വറും തൻസീഹ എന്ന് പറഞ്ഞു. ഫകുല്ലു നസ്സിൻ വിശദമായിട്ട് നമ്മൾ അവിടെ പറഞ്ഞാണ്, എവിടെ ജൗഹറത്തുൽ തൗഹീദിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. വകുല്ലു നസ്സിൻ, നസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖുർആന് സുന്നത്ത് എന്നാ. ഓരോ ഖുർആനായത്ത് അല്ലെങ്കിൽ ഹദീസ്, എങ്ങനത്തെ ഖുർആനും സുന്നത്തും ഔഹമ തശ്ബീഹ, അതിന്റെ ലാഹിർ കൊള്ള നോക്കുമ്പം പടപ്പുകളോട് പടച്ചവനെ ശിബ്ഹാക്കുന്നതായി തോന്നിക്കുന്നു. പടപ്പുകളോട് പടച്ചവനെ ശിബ്ഹാക്കുന്നതായി തോന്നിക്കുന്ന ആയത്ത് ഹദീസുകൾ. അവിടെ രണ്ട് വഴിയാണുള്ളത്. അവ്വിൽഹു, ഒരു പക്ഷേ ഖലഫിന്റെ മാർഗമാവുന്ന തഫ്സീലിയായ തഅ്വീൽ ചെയ്തു. അവിലുദാനായി തഫ്സീലിയായി തഫ്സീലിയായി തഅ്വീൽ ചെയ്തു. ഔ ഫവ്വിൽ, അല്ലെങ്കിൽ തഫ്സീലിയായ തഅ്വീൽ ചെയ്യാതെ തഫ്വീൽ ചെയ്തു. ബിഅൻ തുഅവ്വിലുഹു ഇജ്മാല, അവരെടുക്കണം ഇജ്മാലിയായ തഅ്വീൽ വേണമെന്ന്. എന്ന് പറഞ്ഞാൽ എന്താ? അലാമാന അന്നക ലാ തുഅയ്യിനു ലഹു മഹ്മലൻ, ഇന്നതാണ് അതിന്റെ മാന എന്ന് അതിന്റെ വ്യാഖ്യാനം തീർത്തവർ പറയുന്നില്ല. ഈ രണ്ട് വഴിയാണുള്ളത്. ബിദലീൽ ഖൗലിഹി ബഅദഹു വറും തൻസീഹ, ഏതായാലും പടപ്പുകളോട് സാമ്യത തോന്നുന്നതിന് തൊട്ട് അള്ളാഹു പരിശുദ്ധനാണ് എന്ന കാര്യം നീ എപ്പോഴും ലക്ഷ്യം വെച്ചു. അപ്പൊ അതിന് ലാഹിറമായ മുറാദില്ല എന്ന് സലഫും ഖലഫും പറയുന്നു. സലഫ് തഫ്സീലിയായ തഅ്വീലിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് തഫ്വീൽ ചെയ്യുന്നു. ഖലഫ് അനിവാര്യ ഘട്ടമായതുകൊണ്ട് തഫ്സീലിയായ തഅ്വീലിന് പോകുന്നു. കാലഘട്ടം മാറിയോണ്ടാണ്. അപ്പൊ രണ്ട് വഴിയാണ്. ഈ രണ്ടിൽ ഏത് വഴിയും സ്വീകരിക്കാന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഔ ഫീ കലാമിഹി റഹ്മത്തുള്ളാഹി തഖ്യീർ, സലഫിന്റെ മദ്ഹബും അഹ്ലുസുന്നത്തിന്റെ മദ്ഹബാണ്, ഖലഫിന്റെ മദ്ഹബും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. ലാഹിർ മാനക്ക് വെക്കുക എന്ന് പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തല്ല, അത് പുറത്തുള്ളതാണ്. ആ മദ്ഹബാണെന്ന് വഹാബി മൗദൂദികൾ സ്വീകരിക്കുന്നു. അതിന്റെ പുറമെ അല്ലാഹു തആല പരിശുദ്ധമാക്കപ്പെട്ടവനെ സഫഹി, സഫഹ് പോഴത്തത്തെ തൊട്ട്. എന്താണ് സഫഹ്? അസ്ഥാനത്ത് കാര്യങ്ങൾ ചെയ്യാം, പറയാ അസ്ഥാനം. അത് അള്ളാഹു തആലാനെ സഫഹിനെ തൊട്ട് പരിശുദ്ധനാക്കണം എന്ന് പറയാൻ കാരണം ഇത് അള്ളാഹു തആല അൽ മുദബ്ബിറുൽ ഹക്കീം, ലോകത്തിന്റെ നിയന്താവാണ്. അൽ ഹക്കീം, എല്ലാം ഹിക്മത്ത് അനുസരിച്ച് മാത്രം ചെയ്യുന്നവനാണ്. എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ മുഖത്തത് അനുസരിച്ച് മാത്രം ചെയ്യുന്നത് കൊണ്ടാണ് അവൻ ഹക്കീം ആയത്. മാത്രമല്ല അൽ ഖബീറുൽ അലീം, ഉള്ളും പുറവും അറിയുന്നവനാണ്. വലിദാലിക ഖാല ബഅദു അഹ്ലിൽ ഇർഫാൻ, ചില ആരിഫീങ്ങളായ മഹാന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇമാം മുസാരി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നത്, ലമ്മാ ഷാഹദ മിൻ അജീബിൽ ഇത്ഖാൻ, ഈ പ്രപഞ്ചത്തിന്റെ ആശ്ചര്യകരമായ സുഭദ്രത എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ആറ്റം തൊട്ട് ഗാലക്സി വരെ നീ ചിന്തിച്ചാൽ വളരെ ഭദ്രവും കൃത്യവുമാണ്, അതിൽ ഒരണുകള മാറ്റാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് മൂപ്പര് പറഞ്ഞത് ലൈസ ഫിൽ ഇംകാനി അബ്ദഅ മിമ്മാ കാൻ, നിലവിലുള്ള ഈ പ്രപഞ്ച വ്യവസ്ഥയിൽ വ്യത്യസ്തമാക്കാൻ പറ്റുന്ന സാധ്യതയേ ഇല്ല. അള്ളാഹ്ക്ക് സാധ്യമല്ല എന്നുള്ള അർത്ഥത്തിനല്ല. ഇവിടെ ഉലമാക്കൾ ഇതിനെ വ്യത്യസ്ത അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയും പലരും ആക്ഷേപിക്കുകയും പലരും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ലളിതമായ വ്യാഖ്യാനം മൂപ്പര് പറയുന്നത് എന്താണെന്നറിയോ? പടപ്പുകളുടെ അറിവും ചിന്തയും വെച്ചുകൊണ്ട് നോക്കുമ്പോൾ 100% യുക്തിഭദ്രമാണ്. അതിൽ ഒരു അണുവിട മാറ്റാൻ കഴിയില്ല മനുഷ്യനെ കൊണ്ട്. അത്രയും കൃത്യവും ശക്തവും വ്യക്തവും സമ്പൂർണവുമാണ്. അള്ളാഹ്ക്ക് കഴിയൂല എന്നല്ല. കഴിഞ്ഞു.
ഇനി പറയാൻ പോണത് മാനിയായ സിഫത്തുകളെ സംബന്ധിച്ചാണ്. അതിൻ്റെ ഇടക്ക് നേരത്തെ പറഞ്ഞ സെൽബിയായ സിഫത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില സിഫത്തുകളെ പറ്റി വിശദീകരിച്ചതാണ്. വാഹൃദാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.